അപ്പം നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്ക് ഒരു സ്നേഹമോളുണ്ടായിരുന്നു. സ്നേഹമോള് ഒരു 7 വർഷം ഞാനിങ്ങനെ എടുത്ത് വളർത്തിയൊരു കുഞ്ഞാണ്. അവൾ പോളിയോ വന്ന് തളർന്ന കുഞ്ഞാണ്. അപ്പോൾ അവൾ 13.5 വയസ്സുണ്ടായിരുന്നു അവൾ മരിക്കുമ്പോൾ. കൊറോണ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് മോള് മരിക്കുന്നത്. ആ മോള് മരിച്ചു കഴിഞ്ഞ ഉടനെയാണ് പിന്നെ കെവിൻകുട്ടനെ എനിക്ക് കിട്ടുന്നത്. എനിക്ക് പണ്ട് തൊട്ടേ കുഞ്ഞുങ്ങളെ എനിക്ക് ഒത്തിരി ഇഷ്ടം. കുഞ്ഞുങ്ങളും വയസ്സന്മാരും ആയിരുന്നു എൻ്റെ കൂട്ടുകാർ വീട്ടിൽ വെച്ച് തന്നെ. അപ്പോൾ വീട്ടിലെ മൂത്ത മോളാണ് ഞാൻ, അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിൽ. അപ്പോൾ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ സിസ്റ്ററാകാൻ പോകുന്നത്. മദർ തെരേസയുടെ ഒരു ചുംബനമാണ് ഞാൻ സിസ്റ്ററായത് 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ. ഇവരുടെ ഒരു 18 വയസ്സ് വരെയാണ് ഗവൺമെൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഗവൺമെൻറ്റും കൂടുതൽ ഒരു 23 വയസ്സ് വരെയെങ്കിലും ഒന്ന് ഇതുപോലുള്ള സ്ഥാപനങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ. അമ്മ സിസ്റ്റർ അമ്മ കേട്ടോ. ഓക്കെ, ആലപ്പുഴയിലെ ഓപ്പറേഷൻ തൂഫാൻ 2K26 ചടങ്ങിനിടയിൽ നിറപുഞ്ചിരിയോടുകൂടി ചാക്കോച്ചന്റെ അടുത്ത് നിന്ന ഒരു കുഞ്ഞിന്റെ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ദേ ആ ആളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. കെവിൻ ഒരു ഹായ് കൊടുത്തേ. ഹായ്. കെവിന്റെ കൂടെ ദേ സിസ്റ്റർ അമ്മയും എത്തിയിട്ടുണ്ട്. സിസ്റ്റർ നമസ്കാരം. നമസ്കാരം. കെവിന്റെ ഒപ്പമുള്ള ആ യാത്രയും ജേണിയെ കുറിച്ചും പിന്നെ ഓണാഘോഷത്തിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ദേ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ ഫസ്റ്റ് ചോദ്യം, ചാക്കോച്ചനെ കണ്ടപ്പോ ഉണ്ടായിരുന്നു ആ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അവിടുത്തെ അനുഭവം? അതായത് പിന്നെ തൂഫാൻ 2026 ഞങ്ങളുടെ കുട്ടികളുടെ ബാൻഡ് പോലീസ് ഓഫീസേഴ്സ് ക്ഷണിച്ചിരുന്നു. അപ്പം ഞങ്ങൾ അതിനു വേണ്ടിയിട്ടായിരുന്നു തയ്യാറെടുത്തിരുന്നത്. പക്ഷേ കാലാവസ്ഥ മോശമായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒരുങ്ങിയിട്ട് ആ റാലി മാറ്റി വെച്ചത് കൊണ്ട് പോലീസ് ഓഫീസേഴ്സ് ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ടീഷർട്ട് തന്നിരുന്നു. അപ്പം അതെല്ലാം ഇട്ട് ഞങ്ങൾ ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ എത്തി അവിടെ ലിയോ 13ൻ്റെ പിന്നെ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ പുറകിലെത്തിയപ്പോൾ നിറച്ച് വെള്ളവും അതുപോലെ തന്നെ നിറച്ച് ജനങ്ങളുമാണ് ഈ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. കാരണം ആഭ്യന്തരമന്ത്രിയുടെ പ്രോഗ്രാം ആയിരുന്നല്ലോ. പിന്നെ ഞങ്ങൾക്കൊന്നും അവിടേക്ക് കയറാനോ ഒന്നും പറ്റില്ല. അവസാനം ഞാനോർത്ത് കെവിൻകുട്ടനെ കൊണ്ട് അങ്ങ് പോകാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ അങ്ങ് പോയി. ഞങ്ങൾ ഏറ്റവും പുറകിൽ നിൽക്കുക. പക്ഷെ നമ്മുടെ മനസ്സിലുള്ളൊരാഗ്രഹമാണ് ചാക്കോച്ചനൊരു ഇവനെ കൊണ്ടൊരു ബൊക്കെയൊക്കെ കൊടുപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. പിന്നെ അവിടെ ഞങ്ങളെത്തി. അങ്ങനെ പിന്നെ പോലീസ് ഓഫീസേഴ്സിനോട് ചോദിച്ചു. പോലീസ് ഓഫീസേഴ്സ് ആദ്യം പറഞ്ഞു സിസ്റ്ററുമായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആയിരുന്നു. എല്ലാവർക്കും ബൊക്കെയൊക്കെ നൽകാനായിട്ട് നിയമിക്കപ്പെട്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മോൻ നന്നായിട്ട് ചെയ്യും. അങ്ങനെ അവിടെ ഒന്ന് തന്നെ ഒരു പരിശീലനമൊക്കെ കൊടുത്ത് അവൻ നല്ല ഭംഗിയായിട്ട് അങ്ങനെ ചെയ്തു. പക്ഷേ അതിന് മുന്നേ തന്നെ ചാക്കോച്ചനെ LED കണ്ട് കെവിൻ്റെ അടുത്ത് ഓടുകയാണ് ചെയ്തത്. അങ്ങനെ നല്ലൊരു നമ്മൾ യാദൃശ്ചികമായിട്ട് നമുക്ക് വന്നു ചേർന്ന ഒരു ഭാഗ്യമെന്ന് പറയാൻ പറ്റുള്ളൂ ആ ദിവസത്തെ. ചാക്കോച്ചനെ എന്തുകൊണ്ടാണ് കെവിന് ഇത്ര ഇഷ്ടം? പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഫിലിമെല്ലാം കാണിക്കാറുണ്ട്. എല്ലാ ദിവസവും കാണിക്കാറില്ല, കൂടുതലും പാട്ടുകളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവന് പാട്ട് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പാട്ടുകൾ കാണുമ്പോഴൊക്കെ ഈ ചാക്കോച്ചൻ്റെ പാട്ടൊക്കെ വരുമ്പോൾ ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടപ്പോൾ പിന്നെ ചാക്കോച്ചനെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു സ്നേഹം തോന്നുമല്ലോ, ഒരു പ്രത്യേക സ്നേഹം. അങ്ങനെ പിന്നെ ഞങ്ങൾ ചങ്കാണി ചാക്കോച്ചനെന്നും പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഞങ്ങളിങ്ങനെ വിളിച്ചിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും 2 പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ സ്റ്റുഡിയോയിൽ പോയിട്ട്. പക്ഷെ എന്നാലും നമ്മുടെ സ്കൂളിൽ വന്നിട്ടില്ലായിരുന്നു ചാക്കോച്ചൻ, ആലപ്പുഴക്കാരനാണെങ്കിലും. അപ്പം എന്തായാലും ഈ പ്രാവശ്യം എത്തിയിരിക്കും. ഓണത്തിന് വരാൻ ചാൻസ് ഇല്ല. ചാക്കോച്ചന് പുറത്ത് എവിടെയോ അസൗകര്യമുണ്ട്. എന്തായാലും വരും, ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ചാക്കോച്ചന്റെ വീട്ടിൽ പോയി അന്ന് തന്നെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആലപ്പുഴ വീടുണ്ടല്ലോ. പിന്നെ ഇപ്പൊ എറണാകുളത്താണ് അവര് താമസിക്കുന്നതെങ്കിൽ ആലപ്പുഴയാണല്ലോ വീട്. അപ്പൊ ഞങ്ങളെ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ചാക്കോച്ചന്റെ PA ആയിട്ടുള്ള മാർട്ടിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചാക്കോച്ചൻ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, കെവിനെ സിസ്റ്ററിനെ. അപ്പം പിന്നെ ഞങ്ങൾ പോയി ഒരു 10 മിനിറ്റ് കൂടുതൽ സ്പെൻഡ് ചെയ്തു അവിടെ.
ഓക്കെ. ഒത്തിരി സന്തോഷമായിരുന്നു. ഇതെല്ലാം എന്താണ് യാദൃശ്ചികമായിട്ട് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. ഭാഗ്യമായിരുന്നു. സിസ്റ്റർ ഇപ്പം ചാക്കോച്ചിനോടുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളും എല്ലാം മലയാളികളും മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. അതെ. അപ്പോൾ എപ്പോഴും കെവിൻ ഇങ്ങനെയാണോ? ഒത്തിരി സ്നേഹപ്രകടനമാണോ? അതോ സിസ്റ്ററിനോട് മാത്രമാണോ ഒരു സ്പെഷ്യൽ ബോണ്ടിങ് ഉള്ളത്? അവന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ എനിക്ക് ഒരു സ്നേഹമോളുണ്ടായിരുന്നു. സ്നേഹമോള് ഒരു 7 വർഷം ഞാനിങ്ങനെ എടുത്ത് വളർത്തിയ ഒരു കുഞ്ഞാണ്. അവൾ പോളിയോ വന്ന് തളർന്ന കുഞ്ഞാണ്. അപ്പോൾ അവൾ 13.5 വയസ്സുണ്ടായിരുന്നു അവൾ മരിക്കുമ്പോൾ. കൊറോണ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് മോള് മരിക്കുന്നത്. അപ്പോൾ ആ കൊറോണ കാലത്ത് മുഴുവനും മോൾ എൻ്റെ കൂടെയായിരുന്നു. ഒരു 10-16 പിള്ളേരും ഞാനും സ്കൂളിലുണ്ടായിരുന്നു ആ സമയത്ത്. നമ്മളെല്ലാം പേടിച്ച് വിറച്ചിരുന്ന ഒരു സമയം. പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലാതെ ഉണ്ണീശോ പരിപാലിച്ചു. ഞങ്ങളുടെ ഭവനം ഉണ്ണീശോയുടെ ഒരു പ്രത്യേക അനുഗ്രഹമുള്ള ഭവനമാണ്. 19 വർഷമായിട്ട് മക്കളെല്ലാം സംരക്ഷിക്കുന്ന ഉണ്ണീശോയുടെ ഒരു അനുഗ്രഹമുള്ള ഭവനം. പക്ഷേ കുഞ്ഞ് യാദൃശ്യമായിട്ട് അത് അവരുടെ വീട്ടിൽ വെച്ചാണ് മരിച്ചത്. എന്താണെന്നൊന്നും നമുക്ക് ഇതുവരെയും അതിൻ്റെ കൃത്യമായ കാരണങ്ങളൊന്നും അറിയത്തില്ല, എന്തുകൊണ്ടാണ് കുഞ്ഞ് പെട്ടെന്ന് പക്ഷെ കൊറോണ കാലഘട്ടത്തിൽ അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആ മോള് മരിച്ചു കഴിഞ്ഞ ഉടനെയാണ് പിന്നെ കെവിൻകുട്ടനെ എനിക്ക് കിട്ടുന്നത്. എൻ്റെ ഇവിടെ ഇരിക്കുന്ന ജെയ്സി മോള് എപ്പോഴും പറയുന്നത്, സ്നേഹമോള് സ്വർഗത്തിൽ ചെന്നിട്ട് സിസ്റ്റാൻഡിക്ക് ഈശോ അയച്ചു തന്ന മുത്താണ് കെവിൻ എന്നാണ്. അത് കറക്റ്റാണ്. ശരിക്കും ഇവൻ ആണാണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ സ്നേഹമായിരുന്നു സ്നേഹമോൾക്കും, ജീവനായിരുന്നു. അവളുടെ മരണം എന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ തകർത്ത് കളഞ്ഞ ഒരു, നമ്മളൊരു കുഞ്ഞിനോട് ഇത്രയും അറ്റാച്ച്മെൻറ്റ് പാടില്ല എന്ന്, കാരണം അത്രയും സ്നേഹമായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും ജീവനാണ് എന്നോട്, പക്ഷേ അവൾക്കൊരു സ്പെഷ്യൽ സ്നേഹം. പിന്നെ ഇതുപോലെ ഒരു കാറ്റടിച്ചാൽ വീഴും, അതുപോലത്തെ വെയിറ്റേ ഉള്ളൂ. ഒരു 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ വെയിറ്റേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്, 13.5 വയസ്സുണ്ടെങ്കിലും. ഫസ്റ്റ് കമ്മ്യൂണിയനും എല്ലാമൊക്കെ കഴിഞ്ഞാണ് മോള് പോകുന്നത്. ഫസ്റ്റ് കമ്മ്യൂണിയനും എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് എടുത്തുകൊണ്ട് നിന്നാണ് കുർബാന കൂടിയിരുന്നത്. അപ്പോൾ ഈശോയൊക്കെ സ്വീകരിച്ച് വളരെ സന്തോഷമായിട്ടൊക്കെയാണ് പോയത്. അത് കഴിഞ്ഞ് ഈശോ എനിക്ക് തന്ന മുത്താണ് ശരിക്കും കെവിൻ. അത്രയും സ്നേഹം അവനും അതുപോലെ തന്നെ. അവൻ അമ്മയെന്നല്ലാതെ എന്നെ സിസ്റ്ററെന്ന് പോലും ആരെങ്കിലും വിളിക്കുന്നത്, അതുപോലെ തന്നെ ജെയ്സി മോളൊക്കെ അതുപോലെയാണ്. കുറേ കുട്ടികൾ അതുപോലെയാണ്. അപ്പോൾ അങ്ങനെ ഈശോയുടെ ഒരു സാന്നിധ്യമാണ് ഈ മക്കളിലൂടെ ഞാൻ അനുഭവിക്കുന്നത്. ശരിക്കും അത് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും മനസ്സിലായതാണേ. നമ്മളിവിടെ വന്നിരുന്നപ്പോൾ തന്നെ നമ്മുടെ മൈക്ക് ഇവിടെ സിസ്റ്ററിന്റെ ക്ലോത്തിലൊന്ന് അറ്റാച്ച് ചെയ്യണമായിരുന്നു. അയ്യോ അങ്ങനെ ചെയ്യല്ലേ, സിസ്റ്റർ അമ്മയുടെ തൊണ്ട വേദനിക്കുമെന്ന് പറഞ്ഞു. അല്ല, അത് ശരിക്കും അതാണ് അവരുടെയൊക്കെ സ്നേഹം എന്ന് പറയുന്നത്, നിഷ്കളങ്കമാണ്. അതെ. അപ്പം നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് അത്. അത് ശരിക്കും അത് തന്നെ. തീർച്ചയായിട്ടും ദൈവം സിസ്റ്ററിന് തന്നിട്ടുള്ള ഒരു നല്ല മോനാണ് കെവിൻ. ഓക്കെ. എല്ലാ മക്കളും എന്നെ സ്നേഹിക്കുന്ന, പക്ഷെ ഇതൊക്കെ ഒരു സ്പെഷ്യൽ ആണല്ലോ ഇവര്. അതാ വളരെ സ്പെഷ്യലാണ്. അതെ. എനിക്ക് പണ്ടുതൊട്ടേ കുഞ്ഞുങ്ങളെ എനിക്ക് ഒത്തിരി ഇഷ്ടം. കുഞ്ഞുങ്ങളും വയസ്സന്മാരും ആയിരുന്നു എൻ്റെ കൂട്ടുകാർ, വീട്ടിൽ വെച്ച് തന്നെ. അപ്പോൾ വീട്ടിലെ മൂത്ത മോളാണ് ഞാൻ, അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിൽ. അപ്പോൾ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ സിസ്റ്ററാകാൻ പോകുന്നത്. മദർ തെരേസയുടെ ഒരു ചുംബനമാണ് ഞാൻ സിസ്റ്ററായത് 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ. അതിനെല്ലാത്തിനും പിന്നിലുള്ള എൻ്റെ അപ്പച്ചൻ്റെ ഒരു സ്നേഹവും പരിഗണന. അപ്പച്ചൻ ക്രിസ്മസിനാണ് മരിച്ചത്. അപ്പോൾ അപ്പച്ചന് ഇങ്ങനെ പോരുന്നതിനോടൊക്കെ വലിയ എതിർപ്പായിരുന്നു. കാരണം ഒരു ദിവസം പോലും വേറെ വീട്ടിൽ, അമ്മയുടെ വീട്ടിൽ പോലും പോയാൽ വൈകിട്ട്, അമ്മയുടെ വീട് ഒത്തിരി ദൂരമല്ല, നമുക്ക് ഓട്ടോയ്ക്കൊക്കെ പോയി വരാവുന്ന ദൂരമാണ്. അപ്പോഴാണേലും വൈകുന്നേരം അപ്പച്ചൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരപ്പനായിരുന്നു. ഭയങ്കര സ്നേഹം. അപ്പച്ചൻ്റെ മരണം കഴിഞ്ഞിട്ടും നമുക്കിങ്ങനെ അതെല്ലാം അതിജീവിക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് കുട്ടികൾ. നമ്മുടെ കണ്ണൊന്നും നിറഞ്ഞ് അവർ സമ്മതിക്കില്ല. അതാണ് അവരുടെ ഒരു, അതിപ്പം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. കെവിൻ അമ്മയുടെ കണ്ണൊന്ന് നിറഞ്ഞതേ ഉള്ളൂ, കെവിൻ ഓടി കെട്ടിപ്പിടിച്ചു. ഓ അതെ. കെവിൻ കരയുന്നു. ഞാനൊന്ന് തുമ്മാൻ അവൻ സമ്മതിക്കില്ല. ഒന്ന് ചുമച്ചു പോയെന്നാൽ അതെവിടെയാണെന്ന് പറഞ്ഞ അതാണവൻ. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിക്കില്ല ഇത്രയും ബോണ്ടിങ് ആണ് നിങ്ങൾക്കിടയിൽ ഉള്ളത് എന്നുള്ളത്. പക്ഷേ എല്ലാ മക്കളും ഞാൻ പറഞ്ഞില്ലേ, ഒരു കൈ ഒരാൾ കൊണ്ടുപോകുമ്പോൾ അടുത്ത കൈ ഒരാൾ അങ്ങനെ ഒത്തിരി സ്നേഹിക്കണ മക്കള്. അവർക്ക് ചില കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം പിള്ളേരെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സ്നേഹിക്കാനൊക്കെ അറിയത്തില്ല, അവർക്ക് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. കുറേ അറിയാമല്ലോ, ഓരോ
വിഭാഗത്തിലുള്ള കുഞ്ഞുങ്ങൾ ഓരോ ടൈപ്പാണ്. പക്ഷെ എന്നാൽ പോലും അവർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹവും പരിഗണനയൊക്കെ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകതരമാണ്. അത് അനുഭവിക്കുന്നവർക്കേ അതറിയാവുള്ളൂ, അല്ലാതെ അത് പറ്റില്ല. അങ്ങനെയാ അത്. ഓക്കെ. നമ്മുടെ ഈ സ്പെഷ്യൽ സ്കൂളിൽ എത്ര കുട്ടികളുണ്ട്? നമുക്ക് 112 പിള്ളേരുണ്ട്. 112. 112. ഇത് ആലപ്പുഴയിലെ ഏക റെസിഡൻഷ്യൽ സ്കൂളാണ്. അപ്പോൾ പിന്നെ 55 കുട്ടികൾ താമസിക്കുന്ന, കെവിൻകുട്ടനും എൻ്റെ കൂടെ താമസിക്കുന്ന ഈ മക്കളെല്ലാം 55 പേര്. ഇപ്പൊ വീട്ടിൽ പോയിട്ട് വരുന്ന കുഞ്ഞുങ്ങൾ ഉണ്ട്, ഡേ സ്കോളേഴ്സ് എല്ലാം ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. ഡേ സ്കോളേഴ്സ് ഉണ്ട്. 112 അല്ലേ? അതെ അതെ. എങ്ങനെയാണ് അവരുടെ ഓണാഘോഷമൊക്കെ ഇപ്പം? ഓണാഘോഷം ഞങ്ങൾക്ക് ഇന്നലെ ആയിരുന്നു കൂടുതൽ. ഇപ്പം മിക്ക ദിവസങ്ങളും ഞങ്ങൾ ആഘോഷിച്ചു കുഞ്ഞുങ്ങളോടൊപ്പം. അങ്ങനെ പോവാണ്. ഇടയ്ക്ക് ചിത്ര ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഞങ്ങളുടെ പ്രിയപ്പെട്ടതാണ്. എന്നുവെച്ചാൽ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ജൂബിലിക്ക് ചേച്ചിയായിരുന്നു ഫസ്റ്റ് കമ്മ്യൂണിയൻ സോങ് ഒക്കെ പാടിയത്. അത് കുഞ്ഞു മുതലേ ഉള്ളൊരു സ്നേഹമാണ് ചേച്ചിയോടുള്ള. 2007 ഞങ്ങളുടെ സ്ഥാപനം തുടങ്ങുന്നത്. 2008 ചേച്ചിയെ നേരിട്ട് പരിചയപ്പെടുന്നത്. ഈ കുട്ടികളുള്ളതുകൊണ്ട് തന്നെയാണ് അത് പരിചയപ്പെട്ടത്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞുതൊട്ടേ ഉള്ള. കാരണം ഞങ്ങളൊരു പാട്ടുകുടുംബം. എൻ്റെ അപ്പച്ചൻ 64 വർഷം പള്ളിയിലെ പാട്ടുകാരനായിരുന്നു. നന്നായിട്ട് പാടുമായിരുന്നു. പിന്നെ ഞങ്ങൾ 5 മക്കളാണ്, അതിൽ 4 പേരും നന്നായിട്ട് പാടും. അപ്പം അങ്ങനെ ആ ഒരു പാട്ടുകുടുംബം ആയതുകൊണ്ട് ചേച്ചിയോടുള്ള സ്നേഹം കുഞ്ഞിലേ മുതൽ വളർന്ന. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു ചേച്ചിയുടെ വീട്ടിലെ ഒരു ജോലിക്കാരി ആകണമെന്ന്. പക്ഷെ ഇപ്പം അതിലും മേലെയല്ലേ നമ്മൾ ഭയങ്കര ഒരു അന്യത്തെ പോലെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ചേച്ചി. എനിക്ക് തോന്നുന്നു ആ സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് ഒത്തിരി പേര് അറിഞ്ഞത് ചിത്ര ചേച്ചിയുടെ പ്രോഗ്രാമിലൂടെ ഒത്തിരി പേര് അങ്ങനെ മനസ്സിലാക്കിയത്. ഇപ്പോ ഏകദേശം നമ്മുടെ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഓണമാണ്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ സ്കൂളിൽ തന്നെ നിൽക്കുന്ന ഒത്തിരി കുട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ? ഇല്ല, ഞങ്ങൾ ഓണത്തിന് എല്ലാവരെയും വിടുവാണ്. പിന്നെ ഗവൺമെന്റ് കുട്ടികളും ഉണ്ട് നമുക്ക്. അപ്പൊ അവരെല്ലാവരെയും വിടുവാണ്. അപ്പൊ അവർക്ക് അച്ഛനും അമ്മയുടെ സ്നേഹം കൂടെ കിട്ടണ്ടേ. പിന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ അല്ല സ്നേഹം കിട്ടുന്നത്. ചില കുഞ്ഞുങ്ങളൊക്കെ അമ്മമാർ ഉപേക്ഷിച്ചു പോയ കുഞ്ഞുങ്ങളുണ്ട് എനിക്ക്. അപ്പന്മാർ ഉപേക്ഷിച്ചു പോയവരുണ്ട്. അവരുടേതല്ലാത്ത കാരണം കൊണ്ടാണ്. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മൾ ഓർക്കും ഇവരെങ്ങനെയാ അങ്ങനെ ഉപേക്ഷിച്ച് പോകണം. അവർക്ക് എന്തെങ്കിലും വന്നാൽ നമ്മുടെ മനസ്സ് എന്തോരം വേദനിക്കുന്നുണ്ട്. പക്ഷെ അപ്പം അച്ഛനും അമ്മയ്ക്കും അത്രയും വേദനിക്കില്ലല്ലോ എന്ന് ഓർത്തിട്ടൊക്കെ നമുക്ക് സങ്കടമുണ്ട്. അപ്പം അങ്ങനെയാണ്. നമ്മുടെ കെവിൻ മോനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളികൾ എല്ലാവരും സ്റ്റോറി സ്റ്റാറ്റസ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എല്ലാം. അപ്പോൾ കെവിനെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഓണക്കാലത്ത് സിസ്റ്ററിന് എന്താണ് പറയാനുള്ളത്? കെവിനെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്, നമ്മുടെ ഈ സ്പെഷ്യൽ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ എനിക്ക് അവരെക്കുറിച്ചുള്ള ഒരു ആകുലത എന്ന് പറയുന്നത്, ഇവരുടെ ഒരു 18 വയസ്സ് വരെയാണ് ഗവൺമെൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഗവൺമെൻറ്റും കൂടുതൽ ഒരു 23 വയസ്സ് വരെയെങ്കിലും ഒന്ന് ഇതുപോലുള്ള സ്ഥാപനങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടെ അവരെ നമുക്ക് പിന്നെ നന്നായിട്ടൊന്ന് പരിശീലനവും ഇതൊക്കെ. പിന്നെ എൻ്റെ മനസ്സിലെപ്പോഴും ഉള്ള ഒരു ആകുലത, ഒരമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും എത്തണമെന്നുള്ളൊരാഗ്രഹം പോലെ തന്നെയാണ്. കാരണം ഇവരെ നമ്മൾ കുഞ്ഞിലേ എൻ്റെ കയ്യിൽ കിട്ടിയ കൊച്ചുങ്ങളുണ്ട്, പിന്നെ ഇത്തിരി പ്രായമായി കിട്ടിയവരുണ്ട്. പക്ഷെ അവരെവിടെയെങ്കിലും ഒന്ന് ഉൾക്കൊള്ളിച്ചിട്ട് നമ്മുടെ കണ്ണടയണേ എന്നാണ് ദൈവത്തിനോട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്. ഞാനൊരു സിസ്റ്ററാണ്, പക്ഷെ എന്നാൽ പോലും ഇവരെക്കുറിച്ച് എനിക്ക് ഒത്തിരി ആകുലതയുണ്ട്. കാരണം ഇപ്പോൾ ഈ മദ്യവും മയക്കുമരുന്നും. പക്ഷേ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം, ഈ തൂഫാൻ അതുപോലുള്ള പ്രവർത്തനങ്ങൾ ഒത്തിരിയേറെ ഈ മക്കളെയൊക്കെ രക്ഷിക്കാൻ, എത്ര കുടുംബങ്ങളെയാണ് അത് രക്ഷിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയമോ ഒന്നും പറയുന്നതല്ല, പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ ഈ നശിച്ചു പോകുന്ന യുവജനങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കര ആകുലതയായിരുന്നു. ഇതുപോലത്തെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളതിൻ്റെ പേരിൽ ഒത്തിരി മനുഷ്യർ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കരുവാക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ആകുലതയായിരുന്നു, ഈ മക്കളെ നമ്മൾ ഇത്രയും വളർത്തിയിട്ട് പുറത്തേക്ക് വിട്ടാൽ അവരെങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാവരും അറിയുന്നവരൊക്കെ ഈ മക്കളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, അവർക്ക് എന്തെങ്കിലും തൊഴിൽപരമായിട്ട് അവർക്കൊരു സ്വന്തമായൊരു ഏണിങ്സ് ഉണ്ടാക്കി അവർ കുടുംബത്തൊക്കെ ഒന്ന് മറ്റുള്ളവരാൽ അക്സെപ്റ്റബിൾ ആക്കുവാൻ, അങ്ങനെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ടൊക്കെ നമുക്കിങ്ങനെ ആവശ്യമാണ്. ഇതുപോലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിക്കാൻ. അതുമാത്രമാണ് നമ്മുടെ
നമുക്കൊരു സ്വപ്നമുണ്ട് ഈ മക്കളെ കുറിച്ചല്ലാതെ എനിക്ക് വേറെ ഒരു സ്വപ്നവും ഇല്ല. അവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന, ആരും ഇല്ലാത്ത കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത് മാത്രമാണ് എൻ്റെ സ്വപ്നം. വേറെ ഒരു സ്വപ്നവും ഇല്ല എനിക്ക്. സിസ്റ്ററിനോടൊപ്പം ബാക്കി എത്ര പേരുണ്ട് ഈ ഒരു സ്കൂളിൽ പ്രവർത്തിക്കാൻ? എനിക്ക് 9 ടീച്ചേഴ്സ് ഉണ്ട്, ഒരു 7 നോൺ ടീച്ചേഴ്സും, പിന്നെ ഞങ്ങൾക്ക് പാർട്ട് ടൈം സ്റ്റാഫ് ഉണ്ട്. പ്രോപ്പർ ഇത് ആലപ്പുഴയിൽ എവിടെയായിട്ട് വരും? ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലാണ്. തൊട്ടരികില ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന്റെ സാന്ത്വനം എന്നാണ് നമ്മുടെ സ്കൂൾ. ആലപ്പുഴ രൂപത നടത്തുന്ന 19 വർഷമായി ഭിന്നശേഷി മക്കൾക്ക് വേണ്ടി. ഇത് തുടങ്ങിയത് സ്റ്റീഫൻ അത്തിപ്പടിയിൽ പിതാവാണ്. 2007 തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ നമ്മുടെ അഭിവന്യ ജെയിംസ് ആനപ്പറമ്പിൽ പിതാവാണ് ഇതിൻ്റെ എല്ലാ സപ്പോർട്ടും. പിന്നെ നമുക്ക് വർഷത്തിലൊരിക്കലേ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഗ്രാൻഡ് കിട്ടുകയുള്ളൂ. പിന്നെ ആരെങ്കിലുമൊക്കെ നമുക്ക് ഭക്ഷണമൊക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ. ഇപ്പോൾ കെവിൻകുട്ടൻ്റെ ഇത് വീഡിയോയൊക്കെ ഇങ്ങനെ വൈറലായപ്പോൾ കുറേ അധികം ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട് നമ്മൾ. എന്നാലും കൂടുതൽ പേരും നമുക്ക് ഇങ്ങനെ വല്ല ഫുഡൊക്കെ സപ്പോർട്ട് ചെയ്യാനാണ് ഇത്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ അവരോടൊക്കെ പറയാനുള്ളത്, എന്തെങ്കിലും തൊഴിൽപരമായിട്ട് ഈ മക്കളെ ഒന്ന് പിന്നെ ഒന്ന് സെറ്റിലാക്കാനുള്ള നമ്മൾ ഫീസൊന്നും മേടിക്കാതെയാണ് പിതാവ് ഈ സ്ഥാപനം നടത്തുന്നത്. അപ്പം ഫീസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താം. പക്ഷെ അത് പിതാവിന് ഇഷ്ടമല്ല, ഫീസ് വാങ്ങണ്ട. കാരണം കൂടുതൽ കോസ്റ്റൽ ഏരിയയിലെ കുഞ്ഞുങ്ങളൊക്കെ അല്ലേ കൂടുതലും ഉള്ളത്. പല ജില്ലയിൽ നിന്നും കുട്ടികളുണ്ടെങ്കിലും കൂടുതലും കോസ്റ്റൽ ഏരിയയിൽ. അപ്പം അവർക്ക് ഫിനാൻഷ്യൽ ഇത് കുറവാണല്ലോ, അതാണ്. പിന്നെ അതൊക്കെ കൊണ്ടാണ്. കെവിൻ മോൻ എങ്ങനെയാണ് ഓണത്തിന് സിസ്റ്ററിനൊപ്പം ആയിരിക്കില്ലേ? ഇല്ല, എല്ലാവരും വീട്ടിൽ പോകും. പിന്നെ അത് അങ്ങനെ ആകണമെന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ്, അല്ലാതെ നിർബന്ധമൊന്നുമില്ല അവന്. നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് കമ്മ്യൂണിയന് വീട്ടിൽ പോയിരുന്നു. പിന്നെ അപ്പോൾ എന്നാലും അവന് നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത്രയായിരുന്നു. അതുപോലെ ചില കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ വീടുകളിലൊക്കെ പോയി അവരുടെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ചില കുട്ടികളൊക്കെ അവരോടൊരു ഓവർ അറ്റാച്ചും. പക്ഷെ അങ്ങനെയല്ല, അവന് നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുപോലെയായിരുന്നു എനിക്ക്, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് ആ വീട്ടിൽ ചെന്നിട്ടും ഉണ്ടായിരുന്നത്. നമ്മളവിടെ അന്യരായിട്ട് അങ്ങനെയൊന്നുമല്ല, അവന് ആ ഉള്ള സ്നേഹം അത് കറക്റ്റ്. ഓക്കെ, എന്തായാലും നമ്മുടെ സിസ്റ്ററിന്റെ മറ്റൊരു മോള് പറഞ്ഞതുപോലെ തന്നെ നിധിയാണ്. അതെ അതെ, നിധിയാണ് കെവിൻ. കെവിൻ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി ഡൗൺ ആയിരുന്ന ഒത്തിരി പേര് ഈ വീഡിയോ കണ്ടിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. കാരണം ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും, ആ വീഡിയോ കണ്ടായിരുന്നു, ആ മോനെ കണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ വളരെ ഡൗൺ ആയിരിക്കുന്ന സ്റ്റേജിലാണ് ഈ വീഡിയോ കാണുന്നത്. അതെന്റെ 1-2 ടീച്ചേഴ്സ് പറഞ്ഞു, സിസ്റ്റർ ഇത്തിരി ഡൗൺ ആയി, ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കമന്റ്സും അതൊക്കെ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എനർജിയാണെന്ന് പറഞ്ഞു. ഞാൻ സാധാരണ ഇങ്ങനെ ഒന്നും ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊന്നും ഞാൻ അപ്ഡേറ്റഡ് അല്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യാറുമില്ല. എനിക്കത് നമുക്ക് സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ ആക്റ്റീവ് ആകാനുള്ള സമയമില്ല. നമുക്ക് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവരെയൊക്കെ നോക്കി അതൊക്കെയാണ് നമ്മുടെ ഇത്. ഞാൻ അങ്ങനെ ഒന്നും ആക്റ്റീവ് അല്ല. പക്ഷെ എന്നാൽ പോലും എല്ലാവരും പറയും, എന്നെ വിളിച്ചിട്ടേ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് പറയും, എടാ നീ എൻ്റെ ഇതൊക്കെ ഒന്ന് നോക്കിയായിരുന്നാടാ എന്ന് പറയും. പക്ഷെ നമുക്ക് അങ്ങനെ നോക്കാറില്ല ഞാൻ. പക്ഷെ എന്നാലും ഇങ്ങനെ എൻ്റെ ടീച്ചേഴ്സും ഒക്കെ ഇങ്ങനെ നമ്മളോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇഷ്ടം എന്ത് നല്ല ഇതാണ് അവരൊക്കെ ആൾക്കാരൊക്കെ ഇടുന്നത്. അപ്പം ഞാൻ ഓക്കെ അങ്ങനെ പറയും. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് കൊടുത്തിട്ടുള്ള ആളാണ് കെവിൻ. അപ്പൊ എന്തായാലും കെവിൻ കുട്ടനെ ദൈവം തന്ന നിധി തന്നെയാണ്. അപ്പൊ സിസ്റ്റർ താങ്ക് യു സോ മച്ച്. ഇത്തവണത്തെ ഓണാഘോഷം എല്ലാം അടിച്ചു പൊളിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. കെവിൻ എന്താണ്? അയ്യോ സങ്കടം വരുന്നു, അതെ നമ്മൾ കരഞ്ഞു വരുന്നു. കെവിൻ ഒരു പാട്ട് സോറി, ഇങ്ങനെ ആകുമെന്ന് അറിയത്തില്ലായിരുന്നു, പക്ഷെ പറഞ്ഞപ്പോ പാട്ട് പാടോ? ഒരു പാട്ട് പാടും. പാട്ട് പാടോ? എന്നാ ഒരു മിനിറ്റ്. കുഞ്ഞിളം കൈകൾ കേട്ടാ, അത് യാദൃശ്യമായിട്ട്. ഒരു രാത്രി ഒരു
താങ്ക് യു പറ ചേച്ചിക്ക്. ശരിക്കും കെവിൻ മോൻ നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. അയ്യോ ചാക്കോച്ചന്റെ ഫാൻ ആണെന്ന് ഞങ്ങൾക്ക് ഈ പാട്ടിലൂടെ എന്തായാലും അതാണ് നന്നായിട്ട് കണ്ട മനസ്സിലായി. ചാക്കോച്ചന്റെ പാട്ട് തന്നെ പാടിയത്. കരഞ്ഞു. ഉം. എന്തായാലും ഇല്ല ഇല്ല പോയി ഓക്കെ, താങ്ക് യു സോ മച്ച് സിസ്റ്റർ. എന്തായാലും കെവിന്റെ വിശേഷം അമ്മയാ അമ്മയാ അമ്മയാണ് അമ്മയാണ്. ഓക്കെ, സിസ്റ്റർ അമ്മ കേട്ടോ. ഉം. ഓക്കെ, കരഞ്ഞുപോയി. ഓക്കെ, അപ്പോൾ സിസ്റ്റർ അമ്മയുടെയും കെവിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ദേ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കെവിൻ എല്ലാവർക്കും ഒരു ടാറ്റ പറഞ്ഞേ. ടാറ്റാ. ഹാപ്പി അല്ലേ? അപ്പയാണ് ഹാപ്പി ഓണം. ഒന്നുകൂടി പറയോ? അപ്പയാണ് എല്ലാവർക്കും കെവിന്റെ വക ഒരു ഹാപ്പി ഓണം.